ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ ജേർണൽ ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് പിൻട്രസ്റ്റ് എടുക്കുക. അതിൽ ഇവിടെ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ താഴെ, ആ ഒരു പ്ലസ് നമ്മളങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ കൊളേജ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതിലിങ്ങനെ ഗ്രിഡ് ലൈൻ പോലെ ഒരു പേജ് വരും. ഇനി നമ്മൾ താഴെയുള്ള പ്ലസ് ബട്ടൺ ഒന്നുകൂടി നിൽക്കുക. എന്നിട്ട് അവിടെ നമുക്ക് വേണ്ടത് സെർച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്താൽ പല ബാക്ക്ഗ്രൗണ്ടും കിട്ടും. അതിൽ നമുക്ക് വേണ്ട തരത്തിലുള്ള ഏതും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പിങ്കാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ടത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ വലുതാക്കി കൊടുത്തിട്ട് ഈ ഒരു പേജിൽ അങ്ങോട്ട് കൊള്ളിക്കണം. എന്നിട്ട് വീണ്ടും പ്ലസ് ബട്ടൺ വെക്കുക. നമുക്ക് വേണ്ടത് സെർച്ച് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ഫ്ലവർ ആക്കാം കേട്ടോ. ഇതുപോലെ പിങ്ക് ഫ്ലവർ എന്നൊക്കെ അടിച്ച് പലതരത്തിലും ഫ്ലവേഴ്സ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ആഡ് ചെയ്യുക. അതെടുത്ത് നേരെ ഇവിടെ ഞാൻ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഗ്രിഡ് ലൈൻ പേപ്പറും ഞാൻ എടുത്തിട്ടുണ്ട്. അതവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു എ എന്നുള്ള ലെറ്റർ നോക്കിയാൽ അവിടെ നമുക്ക് എന്തും എഴുതാം കേട്ടോ. വെറുതെ ഒരു ഹാപ്പി ഡേ എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫോണ്ട് ഏതും ആക്കാം. പിന്നെ കളറ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം കേട്ടോ. എന്നിട്ട് ഡൺ വെക്കുക. ഇത് വരും. പിന്നെ കുറച്ചും കൂടെ നമുക്കിത് വലുതായി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് അതുപോലത്തെ എന്ത് കിട്ടിയാലും എടുക്കുക. ആഡ് അങ്ങോട്ട് നിൽക്കുക. എല്ലായിടത്തും അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചെടുക്കുക. പിങ്ക് തീമിലുള്ള എല്ലാതും എടുത്ത് അങ്ങോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒട്ടിക്കില്ല, വെച്ച് കൊടുക്കുന്നു. ഒരിക്കലും ഒട്ടിക്കാനുള്ള വാക്ക് പറയാൻ പാടില്ല. ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം കേട്ടോ. ഡിലീറ്റ് ചെയ്യാം. ഒരു ബോളും കൂടെ വെച്ച് നമുക്ക് ഈ ഒരു ജേർണൽ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് നല്ല അടിപൊളി ഡിജിറ്റൽ ജേർണൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് നിൽക്കുക. എന്നിട്ട് ടൈറ്റിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. നമുക്ക് പിങ്ക് എന്ന് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അത് തന്നെ പോയിട്ട് നമ്മൾ ചെയ്തത് അവിടെ വരും. ഇതെടുക്കുക, ഡൗൺലോഡ് ഇമേജ് ചെയ്താൽ നമ്മൾ ഗാലറിക്ക് ഇതങ്ങോട്ട് ഡൗൺലോഡായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിജിറ്റൽ ജേർണൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.